പോക്സ് രോഗത്തിൻ്റെ പുറമേ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് ബേഡ്സിൻ്റെ ശരീരത്തിൽ കുരുക്കൾ പോലെ ഉണ്ടാകുക, കൺപോളൻ്റെ അവിടെ വീങ്ങി അല്ലെങ്കിൽ നീരിച്ചതുപോലെ വന്ന് നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുക, അതിൻ്റെ കാലിൽ അതിൻ്റെ തുടഭാഗങ്ങളിൽ നിറവ്യത്യാസം ഉണ്ടാകുക, അവിടെ ചെറിയ കുരുക്കളെ പോലെ ഉണ്ടാകുക. പിന്നെ ബേഡ്സ് കാല് നിലത്ത് വയ്ക്കാതെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കും. നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ഡിസീസ് കാരണമായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാല് നല്ല രീതിയിൽ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് വീക്ഷിക്കുക. കാരണം നീര് പോലെയോ അല്ലെങ്കിൽ നിറവ്യത്യാസമോ എന്തെങ്കിലും കുരുക്കളോ അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ഇളം ക്രീം നിറത്തിലോ നിറവ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ബോഡിയിലോ അതിൻ്റെ കണ്ണിലോ അതിൻ്റെ വിങ്സിൻ്റെ അതിൻ്റെ ചിറകിൻ്റെ ഭാഗങ്ങളിലോ ഉണ്ടെന്ന് നമ്മൾ നിരീക്ഷിക്കുക. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ചില സമയങ്ങളിൽ ഈ ഏവിയൻ പോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ അത് പുറമേ കാണിക്കണമെന്നില്ല. ഫുഡ് എടുക്കാതിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലാണ് ഈ ഏവിയൻ പോക്സിൻ്റെ കുരുക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഫുഡ് എടുക്കാനായിട്ട് അതിന് സാധിക്കുകയില്ല. മാത്രമല്ല അത് പുറമേ കാണണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഐ ഇൻഫെക്ഷൻ, എല്ലാ ഐ ഇൻഫെക്ഷനും വേറെ എന്തെങ്കിലും കണ്ണിൻ്റെ പ്രശ്നങ്ങളാകണമെന്ന് സാധ്യതയില്ല. ഈ ഏവിയൻ പോക്സ് മുഖേനയും ഐ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കണ്ണ് അടഞ്ഞു വരിക, കണ്ണിലൊരു പൈപ്പ് പോലെ വന്ന് വീർത്ത് ഉണ്ടാകുന്ന ഇതുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ലക്ഷണങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഏവിയൻ പോക്സിൻ്റെ ലക്ഷണങ്ങളുടെ ചില ചിത്രങ്ങളും ചില വീഡിയോകളും ഞാൻ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഏവിയൻ പോക്സ് തിരിച്ചറിയുവാനായിട്ട് എൻ്റെ വ്യൂവേഴ്സിന് സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഏവിയൻ പോക്സ് എന്ന് പറയുന്ന ഈ വൈറസ് എങ്ങനെയാണ് ബേഡ്സിനെ പടരുന്നത്, എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഏവിയൻ പോക്സ് പടരുന്നത് പക്ഷികളിലൂടെ ഏവിയൻ പോക്സ് പടരാറുണ്ട്, വായുവിലൂടെ ഏവിയൻ പോക്സ് പടരാറുണ്ട്, അതിനോടൊപ്പം തന്നെ കൊതുകുകളിലൂടെ ഏവിയൻ പോക്സ് പടരാറുണ്ട്. പിന്നെ ഏവിയറി വിസിറ്റിലൂടെയും ഏവിയൻ പോക്സ് പടരാറുണ്ട്. എങ്ങനെയാണ് ഇത് പടരുന്നത്? പക്ഷികളിലൂടെയാണെങ്കിൽ
നമ്മൾ മറ്റ് ഏവറികളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ബേഡ്സിൽ ഈ ഏവിയൻ പോക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ ഏവിയറികളിലുള്ള ബേഡ്സിനും ഈ ഏവിയൻ പോക്സ് പകരുവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള ബേഡ്സുകൾ, നമ്മുടെ വീടിന് ചുറ്റുമുള്ള ബേഡ്സുകൾക്ക് ഈ ഏവിയൻ പോക്സ് വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റിലൂടെ അല്ലെങ്കിൽ അത് നമ്മുടെ ഏവിയറിൽ ഇരിക്കുന്നതിലൂടെയും നമ്മുടെ ബേഡ്സിൻ്റെ അടുത്തൊക്കെ വന്ന് അതിൻ്റെ മെഷിലൊക്കെ വന്നിരിക്കുന്നതിലൂടെയൊക്കെ ഈ ഏവിയൻ പോക്സ് വൈറസ് നമ്മുടെ ബേഡ്സുകൾക്ക് വന്ന് പടരുവാനായിട്ട് വളരെ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ കൊതുകുകൾ, അതായത് ഏവിയൻ പോക്സ് വൈറസ് ബാധിച്ച ബേഡ്സിനെ കുത്തി ബ്ലഡ് കുടിച്ചിട്ടുള്ള കൊതുകുകൾ നമ്മുടെ ഏവിയറിയിലുള്ള ബേഡ്സുകളിൽ വന്നിരുന്ന് കൊത്തുന്നതിലൂടെ ഈ കൊതുകിലൂടെയും ഏവിയറി പോക്സ് ബേഡ്സുകൾക്ക് പടരുവാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. ഈ രീതിയിലൊക്കെയാണ് ഏവിയൻ പോക്സ് വൈറസ് നമ്മുടെ ബേഡ്സുകൾക്ക് പടർന്ന് പിടിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ചില ഏവിയറിയിലുള്ള ആൾക്കാർ കണ്ടിട്ടില്ല, അവരെ ഏവിയറി വിസിറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കാറില്ല. പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നും അവർക്ക് ജാടയായിരിക്കും, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അവരിങ്ങനെ കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതേപോലുള്ള വൈറസ് പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ വളരെ എളുപ്പമാണ് ഏവിയറി വിസിറ്റ്. അതായത് നമ്മൾ ഒരു ഏവിയറിൽ ചെന്നിട്ട് ആ ഏവിയറിയിൽ ഏവിയൻ പോക്സ് ബാധിച്ച ബേഡ്സുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറസ് രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ബേഡ്സുകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കൈകളിലോ ഈ വൈറസ് ബാധിക്കുകയും ഈ വൈറസ് ബാധിച്ച ശരീരത്തോടു കൂടെ ഡ്രസ്സോടു കൂടെ നമ്മുടെ ഏവിയറിൽ കയറുമ്പോൾ നമ്മുടെ ബേഡ്സുകൾക്കും ഈ ഒരു വൈറസ് ബാധിച്ച് നമ്മുടെ ബേഡ്സുകൾക്കും ഏവിയൻ പോക്സ് പോലുള്ള വൈറസ് രോഗങ്ങൾ ബാധിക്കാനായിട്ട് 99% ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ രീതികളിലാണ് ബേഡ്സിന് ഈ ഏവിയൻ പോക്സ് ബാധിക്കുക. മനസ്സിലായില്ല? നമ്മുടെ ചുറ്റുമുള്ള ബേഡ്സിലൂടെയും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 4 കാരണങ്ങളിലൂടെ ഏവിയൻ പോക്സ് പടർന്ന് മറ്റു ബേഡ്സുകളിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷികളെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിലെ വളരെ ഗൗരവമേറിയ വൈറസ് രോഗങ്ങളിലൊന്നാണ് ഈ ഏവിയൻ പോക്സ് എങ്കിലും നമുക്ക് ഇതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇതൊരു വൈറസ് രോഗമായതിനാൽ ഇതിന് പ്രത്യേകിച്ച് ചികിത്സാ രീതികളില്ല. പക്ഷെ എങ്കിൽ തന്നെയും നമുക്കിതിനെ സുഖപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ ചികിത്സാ രീതികളെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഏവിയൻ പോക്സ് വൈറസ് പെട്ടെന്ന് നിമിഷങ്ങൾക്കകം മൾട്ടിപ്ലൈ ചെയ്ത് പെരുകുന്ന ഒരു വൈറസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അതികഠിനവുമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സുഖപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബേഡ്സിൻ്റെ പുറമേ കാണുന്ന, നിങ്ങൾക്ക് ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ആ പുറമേ കാണുന്ന ഈ കുരുക്കൾ, ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന ആ നിറവ്യത്യാസങ്ങൾ, ചെറിയ മുറിവ് പോലെ അല്ലെങ്കിൽ പഴുത്തിരിക്കുന്ന ഭാഗങ്ങൾ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സലൈൻ ലായനി, 2% കാഠിന്യമുള്ള സലൈൻ ലായനി കൊണ്ട് നമ്മൾ ആ കുരുക്കളും ഈ പറയുന്ന നിറവ്യത്യാസങ്ങൾ അവിടെയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നമ്മളെടുക്കുക. അതായത് ഒരു ബഡ്സോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് അതിൽ ആ ലായനിയിൽ മുക്കി നമ്മളൊന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഏവറിക്കകത്തുള്ള ബേഡ്സുകൾക്ക് ഈ ഒരു പോക്സ് ബാധിച്ചെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ ഏവറിയിൽ നിന്ന് മാറ്റി നമ്മുടെ സെപ്പറേറ്റ് നമ്മുടെ ഏവറിൽ നിന്ന് ഇച്ചിരി മാറ്റി വേറൊരിടത്ത് നമ്മൾ ക്വാറൻറ്റൈൻ കേജിലാക്കുക. അതിനുശേഷം നമ്മുടെ ഏവറി മുഴുവനും നമ്മൾ നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ. ആര്യവേപ്പിലയുടെ ചാറക്കം കൊണ്ട് നമ്മൾ നന്നായി അതിനെ ക്ലീൻ ചെയ്ത് നമ്മുടെ ഏവറി മാറ്റുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ബാധിച്ച ബേഡ്സുകളെ, അതിൻ്റെ കുരുക്കളെ ഞാൻ പറഞ്ഞ ഈ ലായനി കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സാധിക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു മരുന്നാണ്, ആയുർവേദ മരുന്നാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അങ്ങാടിക്കടകളിൽ നിന്ന് കിട്ടുന്ന പച്ചമഞ്ഞളും ആര്യവേപ്പിലയും അരച്ച് കൊഴുമ്പ് രൂപത്തിലാക്കി അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പും ചേർത്ത്, അതായത് ആര്യവേപ്പില, പച്ചമഞ്ഞൾ, ഉപ്പും ചേർത്ത് അരച്ച് കൊഴുമ്പ് രൂപത്തിലെടുത്തിട്ട് അതിനെ വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്തിട്ട് ഈ കുരുക്കൾ വന്ന ഭാഗത്തിൽ, ഈ പോക്സ് പുറമേ കാണുന്ന ആ ലക്ഷണങ്ങളുള്ള ഭാഗത്തിലൊക്കെ ഇത് തേച്ച് കൊടുക്കുക. ഈ കുരു ഉണങ്ങുന്നത് വരെ ഇത് നമ്മുടെ ബേഡ്സിന് എന്ത് ചെയ്യണം? തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫലപ്രദമായ ഒരു മരുന്നാണ്. തീർച്ചയായിട്ടും ഈ രോഗം ഭേദമാകാനായിട്ടുള്ള ഒരു ബെസ്റ്റ് മരുന്നിൻ്റെ ഒരു കാര്യമാണ് ഇത് പറഞ്ഞത്.
ചില സമയങ്ങളിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് അകമയും ബാധിക്കുന്നുണ്ട്. ഏവിയൻ പോക്സ് പുറമേ മാത്രമല്ല അകമയും ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇത് ഒരു ഞാൻ പറഞ്ഞില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു വൈറസാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബേഡ്സിന് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മുടെ ഈ ബേഡ്സുകളിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരിന് ഫലം കണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മിക്കവാറും ആൾക്കാർ ബേഡ്സിൻ്റെ ഈ ഒരു പോക്സിനെ ട്രീറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് തുജ ഓയിൽമെൻറ്റ്, അതായത് ഹോമിയോ മെഡിസിനിൽ ലഭിക്കുന്ന തുജ ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കുന്നത്. ഇത് തുജ നമ്മളെ മനുഷ്യരിൽ അരിമ്പാറ പോലുള്ള സംഭവങ്ങൾ പോകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു മരുന്നാണ്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ഏവിയറികളിലും മറ്റും ഈ ഏവിയൻ പോക്സ് ബാധിച്ച ബേഡ്സുകൾക്ക് ഈ തുജ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ട് ഈ ഇച്ചിരി കഠിനമായ പോക്സിനെന്നും വലിയ രീതിയിൽ ഫലം കണ്ടതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു വെച്ചാൽ ഇത് മോശമെന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ഏവിയൻ പോക്സിന് ട്രീറ്റ്മെൻറ്റിന് രണ്ടാമത്തെ ഒരു മരുന്നെന്ന് പറയുമ്പോൾ ഈ തുജ ഓയിൽമെൻറ്റാണ്. എന്നാൽ ഇതിനേയും കാലം കുറച്ചും കൂടെ റിസൾട്ട് നൽകുന്ന ഒന്നിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരിക. അതായത് തുജയുടെ തന്നെ ലിക്വിഡ് ലഭിക്കും. അതായത് തുജ ലിക്വിഡ് ഇതേ കണക്കത്തുള്ള കുരുക്കൾ, അരമ്പാറകൾ, ഇങ്ങനത്തുള്ള ഈ സംഭവങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഹോമിയോ തന്നെ ഇറക്കുന്ന ഈ തുജ ലിക്വിഡ് വന്നിട്ട് ബേഡ്സുകൾക്ക് ഉള്ളിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ബേഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ ആ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന ഈ കുരുക്കളും ഇതിൻ്റെ കറക്റ്റ് വൈറസിനെ ഇത് നശിപ്പിച്ച് കളയുകയും ബേഡ്സിന് അത് സുഖമാകുകയും ചെയ്യും. എന്നാൽ ഇത് തന്നെ വേറെ ബ്രീഡർമാർ ഈ ഉള്ളിൽ കൊടുക്കുന്ന ഈ ലിക്വിഡ് തന്നെ ഈ പുറമേ കാണുന്ന ഈ കുരുക്കളുടെ മേലെ ചെറുതായിട്ട് ഈ ബഡ്സ് പോലത്തെ ഇതുകൊണ്ട് മുക്കി അതിൽ പുരട്ടി കൊടുക്കാറുണ്ട്. ഇത് ഒരു 95% റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഏവിയൻ പോക്സ് വരുത്തുന്ന വളരെ വൈറസ് ഡിസീസാണ്, വൈറസ് രോഗമാണ്. ഇത് നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മറ്റു ബേഡ്സുകൾക്കും മറ്റ് ഏവിയറികളിലേക്കും പടർന്നു പിടിക്കാനായിട്ട് വളരെ സാധ്യതയുള്ള ഒരു രോഗമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബേഡ്സുകളെ ഏവിയൻ പോക്സിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യമായിട്ട് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞളും ആര്യവേപ്പിലയും ഉപ്പും ചേർത്ത് അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് അത് നിങ്ങൾ ഈ കുരുക്കളും ഈ നിറവ്യത്യാസമുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് ഉണങ്ങുന്നവരെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആവർത്തിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഹോമിയോയിൽ ലഭിക്കുന്ന തുജ ഓയിൽമെൻറ്റിൻ്റെ കാര്യം ഏറ്റവും ബെസ്റ്റ് തുജ ലിക്വിഡാണ്. ഈ ലിക്വിഡ് വാങ്ങുക. നമ്മൾ ഏവിയൻ എന്താ പറയുക, ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഉള്ളിൽ കൊടുക്കുന്ന മരുന്നാണെന്ന് പറയണം തുജ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങളുടെ ബേഡ്സുകൾക്ക് ഈ ഏവിയൻ പോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കം മുതൽ ഇപ്പോൾ വരെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ ബേഡ്സിനെ ട്രീറ്റ് ചെയ്യുവാനായിട്ട്, പരിചരിക്കുവാനായിട്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഏവിയറികളിൽ ഏവിയൻ പോക്സ് നിങ്ങളുടെ ബേഡ്സുകൾക്ക് ഏതെങ്കിലും ഒന്നിന് ബാധിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അത് നിങ്ങൾ മറച്ചു വയ്ക്കരുത്. കാരണം ചില ആൾക്കാർ അത് മറച്ചു വെച്ചിട്ട് ബേഡ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചെയ്യരുത്. കാരണം ഈ ഒരു വൈറസ് പെട്ടെന്ന് മൾട്ടിപ്ലൈ വർദ്ധിക്കുന്ന ഒരു വൈറസാണ്. മറ്റു ബേഡ്സുകൾക്ക് ഒരുപാട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധമായി ഏവിയൻ പോക്സ് സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പക്ഷികളുടെ കൂട്ടുകാരൻ. മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ ചാനൽ മറ്റ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബർമാരെ കൂടെ ആവശ്യമുണ്ട്. കാരണം കുറച്ച് പേരും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ JR വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് കിട്ടും. മോണിറ്റൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.